HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദിയ. അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സഞ്ജുവിൻ്റെ മാസ്റ്റർ ക്ലാസ് അടിതെറ്റി ന്യൂസിലൻഡ്. ആക്കം കൂടി, സൗദിയിൽ 5 മരണം. ലെബനനിൽ വൈറ്റ് ഫോസ്ഫറസ് ആക്രമണം. വെള്ളാപ്പള്ളിക്ക് അയോഗ്യത. ഇറാന്റെ കനത്ത ആക്രമണം, കുവൈറ്റിലേക്ക് കടുത്ത തിരിച്ചടി. 1 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ച നിലയിൽ. കേരളപുത്രന് വമ്പൻ സ്വീകരണമൊരുക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സഞ്ജുവിൻ്റെ മാസ്റ്റർ ക്ലാസ് അടിതെറ്റി ന്യൂസിലൻഡ്. 2020 ലോകകപ്പ് കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ 96 റൺസിന്റെ വിജയം. തുടർച്ചയായി 3-ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ. ഇന്ത്യയുടെ 3-ാം 2020 ലോകകപ്പ് കിരീടമാണിത്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ ഇന്ത്യയെ സഞ്ജു സാംസണിൻ്റെ 46 പന്തിൽ 89 ഇന്നിംഗ്സാണ് കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. ഇഷാൻ കിഷൻ 25 പന്തിൽ 54, അഭിഷേക് ശർമ്മ 21 പന്തിൽ 52 എന്നിവർ നിർണായക പിന്തുണ നൽകി. വെള്ളാപ്പള്ളിക്ക് അയോഗ്യത. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ നിലവിലെ ഭരണസമിതി അംഗങ്ങളെ ഹൈക്കോടതി അയോഗ്യരാക്കി. കമ്പനി നിയമപ്രകാരം നൽകേണ്ട വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നതിലെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളാലാണ് നടപടി. പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ, വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് എന്നിവരെയും അയോഗ്യരാക്കി. ആക്കം കൂടി, സൗദിയിൽ 5 മരണം. ലെബനനിൽ വൈറ്റ് ഫോസ്ഫറസ് ആക്രമണം. ഫുജൈറയിൽ എണ്ണ സംഭരണശാലയിൽ സ്ഫോടനം. മതനേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഇറാൻ. സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നു. ഇസ്രായേൽ ലെബനനിലെ ജനവാസ മേഖലയിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതായി ലെബൻ സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിലെ യോമാറിലാണ് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചത്. നിരവധി വീടുകളും വാഹനങ്ങളും തീപിടിച്ചു. ആളപായം ഉണ്ടായെങ്കിലും വ്യക്തമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമപ്രകാരം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ എയർബർസ്റ്റ് വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കരുത് എന്ന് നിയമവിരുദ്ധമാണ്. ഹിസ്ബുള്ള നിയന്ത്രണ പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ച നിലയിൽ. 1 വയസ്സുള്ള കുഞ്ഞിനെ ശ്വാസം മുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വാമനപുരം കണ്ണിച്ചോട് വായിരംകോണം അശ്വതി ഫോണിൽ വേണു അശ്വതി ദമ്പതികളുടെ മകൾ പവിത്രയാണ് മരിച്ചത്. സംഭവത്തിൽ കുഞ്ഞിൻ്റെ അമ്മ അശ്വതിയെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അശ്വതിയുടെ അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ കുഞ്ഞ് നിലത്ത് പായയിൽ കിടക്കുകയായിരുന്നു. ഉറങ്ങുകയാണെന്ന് കരുതി തട്ടി വിളിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല. തുടർന്ന് ഇവർ കുഞ്ഞിനെ ഓട്ടോയിൽ കാരേറ്റ് ആശുപത്രിയിലെത്തിച്ചെങ്കിലും നേരത്തെ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുഞ്ഞിൻ്റെ കഴുത്തിലും ശരീരഭാഗങ്ങളിലും ചതവേറ്റ പാടുകൾ കണ്ടെത്തിയതോടെ സംശയത്തെ തുടർന്ന് അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അശ്വതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ഇറാന്റെ കനത്ത ആക്രമണം, കുവൈറ്റിലേക്ക് കടുത്ത തിരിച്ചടി. പ്രത്യാക്രമണങ്ങൾ അയവില്ലാതെ തുടരുന്നു. ആക്രമണത്തിലും പ്രതിരോധത്തിലും തകരുന്ന മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചും സംഭവിക്കുന്ന മരണങ്ങൾ സംഭവിച്ച വിവരങ്ങൾ ഇസ്രായേലും ഇറാനും അമേരിക്കയും പുറത്തുവിടുന്നില്ല. ഇന്നലെ കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഇസ്രായേലും മരണങ്ങളുണ്ടായി. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും പലരും കൊല്ലപ്പെട്ടതായി പ്രാദേശിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ഥിരീകരണമില്ല. ഇന്നലെ ഇറാന്റെ എണ്ണശേഖരം ലക്ഷ്യം വെച്ചായിരുന്നു US ഇസ്രായേൽ സംയുക്ത ആക്രമണം. പാർട്ടിയെ നേരിടാൻ സുധാകരൻ. സസ്പെൻസ് കഴിഞ്ഞു. 63 വർഷത്തെ പാർട്ടി ബന്ധം അവസാനിപ്പിച്ച മുൻ മന്ത്രി G. സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും. CPM അംഗത്വം പുതുക്കുന്നില്ലെന്നും
സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ച ശേഷമുള്ള 8 ദിവസത്തെ മൗനത്തിന് വിരാമമിട്ട് പുന്നപ്ര പറവൂരിലെ വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നും ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും സുധാകരൻ പറഞ്ഞു. കേരളപുത്രന് വമ്പൻ സ്വീകരണമൊരുക്കും. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച മലയാളി താരം സഞ്ജു സാംസൺ അർഹിക്കുന്ന രൂപത്തിൽ സ്വീകരണം നൽകാൻ കേരള സർക്കാർ ഒരുങ്ങുന്നതായി സ്ഥിരീകരിച്ചു. ഇറാഖ് തുറമുഖത്ത് ആക്രമണം, ഇന്ത്യക്കാരൻ മരിച്ചു. പശ്ചിമ മേഖലയിൽ യുദ്ധം 13 ദിവസം പിന്നിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ, ഇന്ധന സംഭരണികൾ, അമേരിക്കൻ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കി. ഇറാഖിലെ ബസ്ര തുറമുഖത്ത് 2 US ചരക്കു കപ്പലുകൾ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു. കപ്പൽ ജീവനക്കാരനായ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. ടാങ്കറിലെ 15 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷിച്ചതായി ഇറാഖിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സ്ഫോടന വസ്തുക്കൾ നിറച്ച ആളില്ലാ ബോട്ടുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വൻ തീപിടുത്തമുണ്ടായതോടെ ബസ്ര തുറമുഖം അടച്ചു. ഗൾഫ് തീരത്തും 3 കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സഞ്ജുവിൻ്റെ മാസ്റ്റർ ക്ലാസ് അടിതെറ്റി ന്യൂസിലൻഡ്. ആക്കം കൂടി സൗദിയിൽ 5 മരണം. ലെബനനിൽ വൈറ്റ് ഫോസ്ഫറസ് ആക്രമണം. വെള്ളാപ്പള്ളിക്ക് അയോഗ്യത. ഇറാന്റെ കനത്ത ആക്രമണം. കുവൈറ്റിലേക്ക് കടുത്ത തിരിച്ചടി. 1 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ച നിലയിൽ. കേരളപുത്രന് വമ്പൻ സ്വീകരണമൊരുക്കും. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. सा स द स नि द प नि द म ग म ग रे सा. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. सा स द स नि द प नि द म ग म ग रे सा. പോയ വാരത്തിലെ വിജയി ഹിഫ മിർസ 18. सा स द स नि द प नि द म ग म ग रे सा. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഇറാനിലെ ഏത് യുദ്ധക്കപ്പലിനു നേരെയാണ് അമേരിക്കൻ അന്തർവാഹിനി ആക്രമണം നടത്തിയത്? ഉത്തരം ഐറിസ് ദേനക്. सा स द स नि द प नि द म ग म ग रे सा. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച മലയാളി താരമാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. सा स द स नि द प नि द म ग म ग रे सा. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.